ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, അവനെ കുറിച്ച് ചിന്തിക്കാൻ, അവന്റെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഈ അവസരം ഒരുക്കിയിരിക്കുന്നത്, ഈ നാളുകൾ ഒരുക്കിയിരിക്കുന്നത്. അവൻ നമ്മളിൽ വളരണം. അവൻ നമ്മളിൽ ജനിച്ചെങ്കിൽ അവൻ നമ്മളിൽ വളരണം. വളരുന്നുണ്ടോ? എത്രമാത്രം വളരുന്നുണ്ട്? അവൻ നമ്മളിൽ വളരുന്നെങ്കിൽ അവനായിരിക്കണം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. അവന്റെ പ്രവർത്തികളായിരിക്കണം നമ്മളിൽ നിന്നും വരേണ്ടത്. അവന്റെ പ്രവർത്തികൾ നമ്മളിപ്പോ കണ്ടു, വായിച്ചു. ലൂക്ക 23 എന്താണ്? അവന്റെ പേരില് എന്തെല്ലാം കുറ്റം ആരോപിച്ചിട്ടും അവൻ ഒരക്ഷരം പോലും ഉരിയാടിയില്ല. ഒരക്ഷരം പോലും ഉരിയാടിയില്ല. ഇനി നമ്മുടെ കാര്യം ചിന്തിച്ചു നോക്കി. നമ്മളെ കുറിച്ച് എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് പറഞ്ഞത് കേട്ടാൽ അപ്പൊ തോർത്ത് കേട്ടു, അല്ലേ? തൊട്ടിയേറ്റിന് പോക്കാം, ഇങ്ങോട്ട് അവളെ ഒന്ന് കണ്ടിട്ട് കാര്യമുള്ള അവളോട് ചോദിച്ചിട്ട്, അല്ലേ? അവനെ നേരെ നിന്ന് അവനെ മുഖത്ത് നോക്കി അവനെ പുച്ഛിച്ചപ്പോഴും അവനെതിരായി സംസാരിച്ചപ്പോഴും അവനൊരക്ഷരം പോലും മിണ്ടില്ല. അവൻ നമ്മളിൽ വളരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ പെരുമാറണം, ഈ രീതിയിൽ പെരുമാറണം. ആരെല്ലാം നമുക്കെതിരായി പ്രവർത്തിച്ചാലും സംസാരിച്ചാലും നിന്ദിച്ചാലും പീഡിപ്പിച്ചാലും എല്ലാം ഇന്ന് പ്രവർത്തിക്കും. എന്താ കാരണം? എന്നിൽ വളരുന്നത് ആരാണ്? ഇതിനെല്ലാം അതിജീവിച്ചവൻ, ഇതിനപ്പുറം സഹിച്ചവൻ, എനിക്ക് വേണ്ടി. അവനാണ് ഇതിൽ വളരുന്നത്. അപ്പോൾ അവന്റെ സ്വഭാവത്തിന്റെ ഒരു അംശമെങ്കിലും ഞാൻ കാണിക്കാൻ തയ്യാറാകണം. ആരെന്തും പറഞ്ഞു കൊള്ളട്ടെ, എന്നിൽ വസിക്കുന്നവൻ എന്നെ അറിയുന്നു, അല്ലേ? എന്നെ വസിക്കുന്നവൻ, എന്റെ കൂടെയുള്ളവൻ എന്നെ അറിയുന്നു, എന്റെ സർവശക്തനായവൻ എന്നെ അറിയുന്നു. എന്നിൽ എന്ത് കുറവുണ്ട് എന്ന്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവൻ അറിയുന്നു. ഞാൻ എന്തിനു മറ്റുള്ളവരെ ഓട്ടിക്കൊടുക്കണം? ഞാൻ ക്ഷമിക്കും. എന്റെ കാരണമാവുന്ന അറിവിലവരെ കുറിച്ച് തറച്ചു അപ്പുറത്ത് ഇപ്പുറത്തും. ഒരുത്തം പറഞ്ഞു, നീ എല്ലാവരും നന്നാക്കാൻ നടക്കുമല്ലായിരുന്നു, നീ നിന്നെ തന്നെ ഒന്ന് രക്ഷിക്കും. നീ എല്ലാവരും രക്ഷിക്കാൻ നടക്കുമല്ല, പറ്റുമെങ്കിൽ നീ നിന്നെ തന്നെ ഒന്ന് രക്ഷിക്കും. ഇപ്പുറത്ത് എന്ത് പറഞ്ഞു? ഇപ്പുറത്തെ കിടന്നാൻ പറഞ്ഞു, നീ എന്തായി പറയുന്നത്, അല്ലേ? അവനാണ് കുറ്റം ചെയ്തവനല്ല, നമ്മളോ കുറ്റവാളികളാണ്. നമുക്ക് തക്ക ശിക്ഷയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മൾ ചെയ്ത കുറ്റത്തിനാണ് നമുക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നത്. അവനോ നിരപരാധി, അവനൊരു തെറ്റും ചെയ്യാത്തവൻ, നീ ഇങ്ങൊന്നും സംസാരിക്കും. എന്നിട്ട് അവൻ പറഞ്ഞു, നിന്റെ രാജ്യത്തെത്തി എന്നെ കൂടി ഓർക്കണമേ. അവസാന നിമിഷം അവൻ കുറ്റവാളിയായിരുന്നു. ആ കുരിശിൽ കിടന്നുകൊണ്ട് അവൻ ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് അവൻ അനുദമിച്ചു. എന്നിട്ട് പറയുന്നത്, ദൈവമേ, നീ അങ്ങ് സ്വർഗത്തിലായിരിക്കുമ്പോൾ, നിന്റെ രാജ്യത്താകുമ്പോൾ നീ എന്നെ കൂടി. അവിടെ വെച്ച് വാഗ്ദാനം കൊടുത്തു, എന്ത്? നീ എന്നോടൊപ്പം ഇന്ന്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? മറ്റുള്ളവരെയൊക്കെ വിധിക്കുക, അല്ലേ? മറ്റുള്ളവരെയൊക്കെ കുറ്റം പറയാത്ത ആരുണ്ട്? മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാത്ത ആരുണ്ട്? കുറ്റം കേൾക്കുന്നതും പറയുന്നതല്ലേ നമുക്കൊക്കെ ഇഷ്ടമുള്ള കാര്യം, അല്ലേ? രണ്ടുപേരും കൂടിയാൽ എന്തായിരിക്കും പറയുക? മൂന്നാമത്തെ ആളിന്റെ കുറ്റം. അവിടെ ഇല്ലാത്ത ആളിന്റെ കുറ്റം, അല്ലെ? എന്ത് സുഖമാണ് കേൾക്കാനും പറയാനൊക്കെ, അല്ലേ? അതുകൊണ്ട് എന്താ പറയുന്നത്? വിധിക്കുവാൻ നിനക്ക് അവകാശം. വിധിക്കുന്ന നീയും അതേ കുറ്റം ചെയ്യുന്നു. കാരണം നമ്മളെ കുറിച്ച്
വേറൊരാൾ ഇതുപോലെ പറയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കുറ്റം പറയുവാനോ വിധിക്കുവാനോ എല്ലാവരും ക്ഷമിക്കുക. കഥാവ് ക്ഷമിച്ചു അല്ലേ? പക്ഷെ ദുഃഖിവരോട് ക്ഷമിക്കുക. അവിടെ നിന്ന് പറഞ്ഞു, പിതാവേ, ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അപ്പോൾ അമ്മായിമ്മമാരെ മതമക്കളെ പീഡിപ്പിക്കുമ്പോൾ അമ്മായിമ്മമാരെങ്കിലും ആരെങ്കിലും പറയാറുണ്ടോ? ഉണ്ടോ? പിതാവേ, ഈ മോള് എന്നോട് ചെയ്യുന്നത് എന്താണെന്ന് അവൾ അറിയുന്നില്ല, അവളോട് ക്ഷമിക്കണമെന്ന് എത്ര പേര് പറയും? എത്ര പേര് പറയും? നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുവാൻ, ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുമ്പോൾ മാത്രമേ ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടുകയുള്ളൂ. നമ്മുടെ പ്രശ്നത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോഴാണ് അവൻ ആ പ്രശ്നം ഏറ്റെടുക്കുന്നത്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ തന്നെ പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലേ? മരുമക്കിട്ട് 4 രൂപ അല്ലേ? വേണ്ടി വന്നാൽ ചട്ട കൊടുത്തൊരു കുത്ത് അല്ലേ? അല്ലെങ്കിൽ മോനിന് വരക്കടി അല്ലേ? പിന്നെ ഇന്ന് ശരിയാക്കി ഇതല്ലേ മനോഭാവം അല്ലേ? അതിനെ ഉണ്ടായത് 4 ഇരട്ടി കൊണ്ട് പറഞ്ഞു കൊടുക്കും. അവനാകെ ദൃശ്യമില്ല. ഇത് ആരെ കേൾക്കും? അമ്മയെ കേൾക്കുവോ? ഭാര്യയെ അല്ലേ? സഹിക്കാൻ വയ്യാത്ത അവൻ വിചാരിക്കും ദൈവമേ അങ്ങ് മുകളോട് പോയിരുന്നേ. അവനാരെ തള്ളിക്കളയണം? എന്നാൽ തമ്പുരാൻ പറഞ്ഞതാണ്, നീ അവർക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുക. നിന്നെ പീഡിപ്പിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, ദൈവം ഇടപെടും. യാതൊരു സംശയം വേണ്ട. നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്, ഞാൻ എഴുതി തരാം. നിങ്ങൾ ആത്മാർത്ഥമായി തമ്പുരാന്റെ മുമ്പിൽ നിങ്ങളുടെ മകൾക്ക് വേണ്ടിട്ടോ അനുമകൾക്ക് വേണ്ടിട്ടോ അമ്മയ്ക്ക് വേണ്ടിട്ടോ അമ്മായിക്ക് വേണ്ടിട്ടോ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. പക്ഷെ നമ്മൾ പെരുവൃത്തോട് പ്രാർത്ഥിക്കും. ദൈവം അനുവദിച്ചിട്ടാണ് ഇവരെന്നെ പീഡിപ്പിക്കുന്നത്. അതാര് തന്നെയായാൽ ദൈവം അനുവദിക്കാൻ പറ്റുമോ? സാധിക്കുമോ? ദൈവം അനുവദിക്കാതെ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റും. ഒരു വാക്ക് നമ്മളെ കുറിച്ച് പറയണമെങ്കിൽ പോലും ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവം തടയാതിരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് സഹിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ദൈവമേ, നീ അനുവദിച്ചതായതുകൊണ്ട് ഞാൻ ഈ സാഹചര്യത്തെ സഹിക്കും. അവളുടെ വാക്കുകളെ ഞാൻ കേൾക്കുന്നു, സഹിക്കും. തമ്പുരാനെ നീ ഇടപെടണമേ, അവൾക്ക് നീ ഓർമ്മകൾ കൊടുക്കണമേ, നല്ല ചിന്തകൾ കൊടുക്കണമേ, അവളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ്, അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മകനും മകളുമായി മാറുന്നത്. അപ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുക, ദൈവം എന്നിൽ വസിക്കുന്നു, എന്നിൽ പിറന്നവൻ എന്നിൽ വളരുന്നു, എന്നിൽ പിറന്നവൻ എന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കുക. ഒന്ന് പറയുന്നവരോട് 2 പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ? അത് ആര് തന്നെയായാലും, ആര് നമ്മളെ പീഡിപ്പിച്ചുകൊള്ളട്ടെ, നമുക്കെതിരെ പ്രവർത്തിച്ചുകൊള്ളട്ടെ, എന്നിൽ ഒരുവൻ വസിക്കും. എന്റെ ദൈവം ഉണ്ടെങ്കിൽ ഞാനത് സഹിക്കും. ആർക്ക് വേണ്ടി? ദൈവത്തെ പ്രതി സഹിച്ചാൽ, ദൈവത്തിന് വേണ്ടി സഹിച്ചാൽ ദൈവം അവിടെ ഇടപെടും. ദൈവം ഇടപെടാതിരിക്കാൻ നിൽക്കുമോ? എനിക്ക് വേണ്ടി വരുന്ന തല്ലോടെന്ന് കണ്ടാൽ ഞാൻ നോക്കിയിരിക്കും. ഓടി ചെല്ലുമോ? ചെല്ലും. എന്താ? അപ്പോ ദൈവത്തെ പ്രതി ഞാൻ സഹിക്കാൻ തയ്യാറായാൽ ദൈവം ഓടി വരും നമ്മുടെ ജീവിതത്തിലേക്ക്. അവന് വേണ്ടി സഹിക്കണം, അവന് വേണ്ടി ജീവിക്കണം, അവന് വേണ്ടി പ്രവർത്തിക്കണം, അവന് വേണ്ടി സംസാരിക്കണം. അപ്പോഴാണ് അവൻ നമ്മളിൽ വളരുന്നത്, പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് നാം അവനോടൊപ്പം, അവനോട് കൂടെ ആയിരിക്കേണ്ടത്. നമ്മൾ ഒന്നും ആവശ്യപ്പെടണ്ട. അവൻ നമ്മുടെ സൃഷ്ടാവാണ്, പിതാവാണ്. അവനറിയാം എന്തൊക്കെയാണ് എന്റെ മക്കൾക്ക് ആവശ്യമെന്ന്. എന്റെ മക്കളായിരിക്കുന്ന അവസ്ഥയും അവൻ അറിയാം.
ബലവേർപ്പിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കടന്നു വരണമേ, കടന്നു വരണമേ എന്നിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ, കടന്നു വരണമേ എന്നിലെ പാപക്കറകൾ അവിടുന്ന് കാൽവരിയിൽ ഇന്ത്യ തിരുരക്തത്താൽ കഴുകണമേ,